ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ +2 തേർഡ് ചാപ്റ്റർ വരെയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. +2 പൊളിറ്റിക്കൽ സയൻസ് തേർഡ് ചാപ്റ്റർ വരെയായിരുന്നു നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th ചാപ്റ്റർ ആണ്, ഇന്ത്യാസ് എക്സ്റ്റേണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്നുള്ള പാഠഭാഗമാണ്. വളരെ എളുപ്പമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. കുറച്ച് വാറും കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫോറിൻ പ്രിൻസിപ്പിളും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ എന്തായാലും പുതുതായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് പറയുന്ന കാര്യം ബേസിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ വിദേശ നയം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ നയം എന്നാൽ വിദേശ രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുക എന്നതാണ്. അതായത് നല്ല രീതിക്കുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് എന്താണ് നല്ല വിദേശ നയങ്ങൾ സഹായിക്കും. ഫോറിൻ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഫോറിൻ കൺട്രീസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിലൂടെ എന്താണ്? ത്രൂ ദിസ് ഈച്ച് കൺട്രി മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളുമായിട്ട് എന്താണ് നല്ല ബന്ധം പുലർത്താൻ ഇത് നമ്മളെ സഹായിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തൊരു കാര്യം പറയുന്നത് ഇന്ത്യാസ് ഫോറിൻ പോളിസി വാസ് റിട്ടൺ ബൈ ജവഹർലാൽ നെഹ്റു. അപ്പൊ ഇത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യൻ ഫോറിൻ പോളിസി അല്ലെങ്കിൽ എന്താണ് വിദേശ നയത്തിന്റെ ശില്പി ആരാണ് എന്നുള്ള ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തത് നോക്കാം. ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി വാസ് നോൺ അലൈൻമെന്റ്. അതായത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ചേരിചേരാ നയം അല്ലെങ്കിൽ ചേരായ്മയാണ് കേട്ടോ. അതെന്താന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതുവരെ ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? വിദേശ നയം എന്താണെന്ന് പറഞ്ഞു. മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ജവഹർലാൽ നെഹ്റു ആണ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്നറിയപ്പെടുന്നത്. ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ നോക്കേണ്ട ഒരു കാര്യം. അപ്പൊ അടിസ്ഥാന തത്വം അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി എന്താണ്? നോൺ അലൈൻമെന്റ് ആണ് കേട്ടോ. നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ എന്താണ് ചേരിചേരായ്മ എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോറിൻ പോളിസി അല്ലെങ്കിൽ വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. മറ്റേതിന് നമ്മൾ ഹെഡിങ് അത് തന്നെയായിരുന്നു കൊടുത്തത്, പക്ഷെ ഇതൊരു ഇൻട്രോ പോലെയാണ് കേട്ടോ. ലക്ഷ്യം ഇനിയാണ് പറയുന്നത്. അതായത് ഒരു 7 പോയിന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു 7 പോയിന്റ് പഠിച്ചു വെക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫോറിൻ പോളിസി, വിദേശ നയത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ പോയിന്റ് ആണ് ടു മെയിൻറ്റെയിൻ ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അതായത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഫോളോ ചെയ്യുന്നത്? വിദേശ നയം ഫോളോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ലക്ഷ്യം അതാണ്, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്താൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് എന്താണ്? രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കണം നമ്മൾ ഈ വിദേശ നയങ്ങൾ രൂപീകരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിൽ സഹകരിക്കാൻ, കോപ്പറേറ്റ് ബിറ്റ്വീൻ നേഷൻസ്. മൂന്നാമതായിട്ട് പറയുന്നത് ഒപ്പോസിഷൻ ടു കൊളോണിയലിസം, ഇമ്പീരിയലിസം ആൻഡ് റേസിസം. അതായത് കൊളോണിയലിസം, സാമ്രാജ്യത്വം, വംശീയത എന്നിവയ്ക്കെതിരായ എതിർപ്പ് ആണ് അടുത്തൊരു ലക്ഷ്യമായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നാലാമത് പറയുന്നത് ഫോക്കസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ എയ്ഡ്. അതായത് വിദേശ സഹായത്തിന്റെ ആവശ്യകതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിട്ട് ഫെയ്ത്ത് ഇൻ യുഎൻഒയിലുള്ള വിശ്വാസം. UN എന്താണ്? അന്താരാഷ്ട്ര സംഘടനയാണ് കേട്ടോ. ഓക്കെ. ആറാമതായിട്ട് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതായത് വിദേശ നയം രാജ്യങ്ങൾ തമ്മിൽ എന്തിനു വേണ്ടിയിട്ടാ? സമാധാനപരമായ സഹവർത്തിത്വത്തിന് വേണ്ടിയിട്ടാണ്, പീസ്ഫുൾ ആയിട്ട് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട്. ഏഴാമതായിട്ട് ചേരിചേരായ്മ അല്ലെങ്കിൽ എന്താണ് നോൺ അലൈൻമെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അടിസ്ഥാന ലക്ഷ്യം, വിദേശ നയത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 7 പോയിന്റ് ആണ് കേട്ടോ. ഇത് പഠിച്ചു വെക്കുക. എന്തായാലും മിനിമം 3 മാർക്കിനെങ്കിലും ചോദിക്കും. അപ്പൊ നിങ്ങൾ പോയിന്റ് നോക്കി വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കാം. പഞ്ചശീൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാണ് രൂപീകരിച്ചെന്നുള്ളത്? 1954 പഞ്ചശീല തത്വങ്ങൾ ഫോം ചെയ്യുന്നത്, രൂപീകരിക്കുന്നത്. ആര് തമ്മിലാണ് ഇത് ഫോം ചെയ്തതെന്ന് നോക്കാം. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ഷൗ എൻലായും ചേർന്നാണ് രൂപീകരിക്കുന്നത്? ഈ പഞ്ചശീല പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പഞ്ചശീല തത്വങ്ങൾ രൂപീകരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് എന്തിനു വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ്? അത് അന്താരാഷ്ട്ര സമാധാനം, അതായത് എൻഷുറിംഗ് ആൻഡ് പ്രൊട്ടക്ടിങ് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി, അന്താരാഷ്ട്രമായിട്ടുള്ള സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പഞ്ചശീല പ്രിൻസിപ്പിൾ ഉള്ളത് കേട്ടോ. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്.
ക്ലിയർ ആണല്ലോ? ഓക്കെ. പഞ്ചശീല പ്രിൻസിപ്പിൾ മീൻസ് 5 പ്രിൻസിപ്പിൾ ഓഫ് മോറൽ കോണ്ടാക്ട്. അതായത് പഞ്ചശീല, പഞ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണല്ലേ? അപ്പൊ പഞ്ചശീല തത്വം എന്നാൽ ധാർമ്മിക പെരുമാറ്റത്തിന്റെ 5 തത്വങ്ങൾ എന്നാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ 5 പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രോ ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. എന്നാണ് രൂപീകരിച്ചത്, ആരൊക്കെ തമ്മിൽ രൂപീകരിച്ചതാണ്, എന്തിനു വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ ആദ്യത്തെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ് ഇൻക്ലൂഡ്സ് 5 പ്രിൻസിപ്പിൾ. 5 തത്വങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. ഒന്നാമതായിട്ട് പറയുന്നത് മ്യൂച്വൽ റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിനിറ്റി. ഇപ്പൊ ആരൊക്കെ തമ്മിലാണ് പഞ്ചശീൽ പ്രിൻസിപ്പിൾ? ഇന്ത്യയും ചൈനയും. അപ്പൊ ഫസ്റ്റത്തെ അവരുടെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ തത്വം എന്ന് പറയുന്നത് പരസ്പര ബഹുമാനവും പ്രാദേശിക സമഗ്രതയും പരമാധികാരവും. ഇതാണ് എന്ത്? ആദ്യത്തെ പ്രിൻസിപ്പിൾ. മ്യൂച്വലി എന്ത് ചെയ്യണം? 2 കൂട്ടരും ഇരുവരെയും റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? പരമാധികാരത്തെയും അതുപോലെ തന്നെ ഇന്റഗ്രിറ്റിയെയും റെസ്പെക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? രണ്ടാമതായി പറയുന്നത് മ്യൂച്വൽ നോൺ അഗ്രഷൻ ആണ്. പരസ്പരമുള്ള ആക്രമണേതരത്വം, ആക്രമിക്കാൻ പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത് അതാണ്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. നോൺ ഇന്റർഫറൻസ് ഇൻ ഈച്ച് അതേഴ്സ് ഇന്റേണൽ അഫയേഴ്സ്. അതായത് പരസ്പരം ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഇന്ത്യ പോയിട്ട് ചൈനയുടെ ഇന്റേണൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളിലും ഇടപെടേണ്ട, അതുപോലെ തന്നെ ചൈന ഇന്ത്യയിലെ കാര്യങ്ങളിലും ഇടപെടേണ്ട. ക്ലിയർ ആണല്ലോ? അപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അല്ലേ? ഓക്കെ. അപ്പോൾ നാലാമത്തെ ഒരു കാര്യം നോക്കാം. മ്യൂച്വൽ ഇക്വിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. പരസ്പര സമത്വവും സൗഹൃദവും സ്ഥാപിക്കുക എന്നുള്ളതാണ് നാലാമത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നത്. അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ നോക്കാം. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്. അതായത് സമാധാനപരമായ സഹവർത്തിത്വം ആണ് അഞ്ചാമത്തെ തത്വമായിട്ട് പറയുന്നത്. പഠിച്ചു വെക്കുക കേട്ടോ. ഈ 5 പോയിന്റും പഠിച്ചു വെക്കുക. ക്ലിയർ ആണല്ലോ? ചെറിയ ചെറിയ പോയിന്റ് ആണ് അല്ലേ? അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പൊ അടുത്തത് നോക്കാം. എന്താണ് നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ ചേരിചേരായ്മ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? ഇതാണ് എന്ത്? ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യാസ് ഫോറിൻ പോളിസി. അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ അടിസ്ഥാന തത്വം നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ? നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ എന്താണ്? ചേരിചേരായ്മയാണ്. എന്നാണ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. അതിന് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്ന പേരാണ് നാം. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്. മലയാളംകാരും ഇത് തന്നെ പഠിച്ചു വയ്ക്കുക. നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് ഇതാണ് നാം എന്ന് പറയുന്നത് കേട്ടോ. നാം വാസ് ഫോംഡ് ഓൺ 1961. അതായത് 1961 നാം രൂപീകരിക്കുന്നത്. അപ്പൊ ആരൊക്കെ തമ്മിലാണ് ഇത് രൂപീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ആരാണ് ഫൗണ്ട് ചെയ്യുന്നത്? ആരാണ്? 5 മെമ്പേഴ്സ് ആണ്. 5 മെമ്പേഴ്സ് ആണ്. അതായത് 5 മെമ്പർ എന്ന് പറഞ്ഞാൽ 5 രാജ്യത്ത് നിന്നുള്ളവരാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇവരെ എന്ത് പേരിൽ അറിയപ്പെടുക? ഫൗണ്ടിങ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഫൗണ്ടേഴ്സ് ഓഫ് നാം എന്നുള്ള പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് എന്നുള്ളതാണ് ഇവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇന്ത്യയിൽ നിന്ന് ആരാണ്? ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാട്ടോ. ഓക്കെ. ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ. മാർഷൽ ടിറ്റോ എവിടെ നിന്നാണ്? യുഗോസ്ലോവിയ ആണ് കേട്ടോ. നാസർ ഫ്രം ഈജിപ്ത്. അതുപോലെ സുഗർണോ ഫ്രം ഇന്തോനേഷ്യ ആൻഡ് ക്വാമെ ഇൻക്രൂമ ഫ്രം ഗാന. ക്ലിയർ ആണല്ലോ? 5 പേര് ചേർന്നിട്ടാണ് എന്ത് രൂപീകരിക്കുന്നത്? നമ്മുടെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് നാം രൂപീകരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ നാമിന്റെ ചീഫ് ആർക്കിടെക്ട് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ആരാണ്? അതും ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു നാമിന്റെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ നാം എന്താണ് സംഭവം? അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇത് ഇനി അങ്ങോട്ട് നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് +2 പൊളിറ്റിക്സ് ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് വേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ പറയുന്ന കാര്യം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഈ നാം വരുന്നത് എങ്ങനെയാണ്? അതായത് ആദ്യം നമ്മുടെ 1ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാർ എന്താണ്? 1915-20 കാലഘട്ടത്തിൽ എന്താണ് ഉണ്ടായി? അതുണ്ടായപ്പോൾ എന്താണ് വന്നത്? ലോകത്ത് എന്താണ് ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് ലീഗ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന ഫോം ചെയ്തു അല്ലെ? അതെന്താണ്? പിന്നീട് 1945 പിന്നെയും ഒരു യുദ്ധം ഉണ്ടായി അല്ലെ? 2ാം ലോക മഹായുദ്ധം, സെക്കൻഡ് വേൾഡ് വാർ ഉണ്ടായി. അപ്പൊ എന്താണ്? ലീഗ് ഓഫ് നേഷന്റെ എന്താണ്? അത് അവിടെ തകരാണ്. ആ പ്രൗഢി അവിടെ തകരാണ് ഉണ്ടായത്. കാരണം എന്താണ്? ലീഗ് ഓഫ് നേഷൻ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് എന്ത് വരുന്നത്? ലീഗ് ഓഫ് നേഷന് ശേഷം വരുന്നതാണ് എന്ത്? നമ്മുടെ UN എന്ന് പറയുന്നത് അല്ലെ? യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലീഗ് ഓഫ് നേഷന് ശേഷം വരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്ത് സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരിഹരിച്ച് പോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അങ്ങനെ ഈ 2ാം ലോക മഹായുദ്ധത്തിൽ എന്താണ്? നമ്മുടെ സൂപ്പർ പവേഴ്സ് ഉയർന്നു വരികയാണ് ഉണ്ടായത്. അങ്ങനെ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം 2 ചേരി അല്ലെങ്കിൽ 2 ബ്ലോക്കായിട്ട് തിരിയാണ്. അതായത്
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രണ്ടുപേരാണ്. അതായത് ആരാണ്? ഒന്ന് നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് അല്ലെങ്കിൽ മുതലാളിത്ത ചേരിയായിട്ടുള്ള USA-യും സോഷ്യലിസ്റ്റ് ചേരിയായിട്ടുള്ള USSR, അതായത് സോവിയറ്റ് യൂണിയൻ എന്നിങ്ങനെയുള്ള രണ്ട് ചേരികൾ ലോകത്ത് എന്താണ് വരികയാണ്, സൂപ്പർ പവേഴ്സ് ആണ് അവർ. അങ്ങനെ ബാക്കിയുള്ള രാജ്യങ്ങൾ മൊത്തം എന്താണ് ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരെ കൂടെ നിൽക്കുകയാണ്. അതായത് USA-യുടെ കൂടെ കുറച്ച് രാജ്യങ്ങൾ, അതുപോലെ USSR-ന്റെ കൂടെ കുറച്ച് രാജ്യങ്ങൾ. ക്യാപിറ്റലിസ്റ്റ് ആശയം സപ്പോർട്ട് ചെയ്യുന്നവര് USA-യുടെ കൂടെയും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ആശയം സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ USSR-ന്റെ കൂടെയും ചേരുകയാണ്. പക്ഷേ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്ന കൺട്രീസ് ഉണ്ടായിരുന്നു, അതായത് ഇന്ത്യ പോലുള്ള കൺട്രീസ്. ഇവർക്ക് എന്താണ് ഈ രണ്ട് ചേരിയിലും രണ്ട് ബ്ലോക്കിലും ചേരാൻ താല്പര്യമില്ല. അങ്ങനെ അവർ കൊണ്ടുവന്നതാണ് എന്ത്? നോൺ അലൈൻമെന്റ് അല്ലെങ്കിൽ ചേരി ചേരായ്മ എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് മതി ഇവിടെ നിങ്ങൾക്ക്. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു കാര്യം നോക്കാം. ഇതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരികളായി മാറി. USA-ക്ക് കീഴിൽ മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയന്റെ കീഴിലുള്ള സോഷ്യലിസ്റ്റ് ചേരിയും. അങ്ങനെ ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങൾ എന്താണ് ഇരു ചേരിയിലും ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണ് ചേരി ചേരാ പ്രസ്ഥാനം എന്നുള്ള നയം രൂപീകരിക്കുകയാണ് ഉണ്ടായത്. ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ കാര്യമായിട്ട് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നല്ല സ്കോർ ലഭിക്കാൻ കഴിയും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു പോർഷൻ നോക്കാം. ചേരി ചേരാ നയത്തിൽ നെഹ്റുവിന്റെ പങ്ക്, അതായത് നെഹ്റൂസ് റോൾ ഇൻ നാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം നോക്കാം. നെഹ്റുവിന്റെ വിദേശ നയത്തിന് 3 ലക്ഷ്യം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതായത് മുൻ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് നിങ്ങൾ ഏത് എക്സാം എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും ഈ ഒരു കാര്യം. ഇപ്പൊ ഈ കഴിഞ്ഞ നിങ്ങളുടെ ഹാഫ് ഇയർലി എക്സാമിനും ചോദിച്ചിരുന്നു എന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ നിങ്ങൾ നോക്കട്ടെ, ഇത് നെഹ്റുവിന്റെ വിദേശ നയത്തിന് 3 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? ടു പ്രൊട്ടക്ട് ഹാർഡ് ഏൺഡ് ഫ്രീഡം ആൻഡ് സോവറിനിറ്റി, അതായത് പൊരുതി നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു കാര്യം, അതായത് ഇന്ത്യ എന്തുകൊണ്ടാണ് ചേരിചേരാ നയം ഫോളോ ചെയ്യാനുള്ള കാരണം എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം എന്താണ്, ഈ രണ്ട് പവേഴ്സും എന്താണ് ഇന്ത്യക്ക് ഭീഷണിയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മളൊന്ന് റിലാക്സ് അല്ലെങ്കിൽ സ്വതന്ത്രമായി വരുന്നുള്ളൂ അല്ലേ. ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് പോയിട്ട് അവരുടെ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ അവർ പിന്നെയും ഇന്ത്യ എന്താണ് കൈയടക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പേടിയാണ് അവരായിട്ട് കൂട്ടുകൂടാൻ. അതുകൊണ്ട് ഇന്ത്യ എന്താണ് ഒന്നിനും ചേരാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതാണ് പൊരുതി നേടിയ സ്വാതന്ത്ര്യവും പരമാധികാരവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ടു പ്രൊട്ടക്ട് ദ ടെറിറ്റോറിയൽ ഇന്റഗ്രിറ്റി ഓഫ് ദ കൺട്രി, അതായത് രാജ്യത്തിന്റെ ഭൂപരമായ ഐക്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായി പറയുന്നത് ത്വരഗതിയിലുള്ള സാമ്പത്തിക വികസനത്തെ പരിപോഷിക്കുക, റാപ്പിഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണത്. അപ്പൊ ഈ ഒരു 3 പോയിന്റേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നെഹ്റുവിന്റെ വിദേശ നയത്തിന്റെ 3 ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നെഹ്റു എന്താണ് വിചാരിച്ചത്? ചേരി ചേരാ നയം എന്ന തന്ത്രത്തിലൂടെ ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് നെഹ്റു പ്രതീക്ഷിച്ചിരുന്നത് എന്നും കൂടെ എഴുതി അവസാനിപ്പിക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇനിയാണ് നമ്മൾ ഈ പാഠത്തിന്റെ ഏകദേശം മിഡിൽ ഭാഗത്തി. ഇനി കുറച്ചും കൂടെ പറയാനുള്ളൂ. ഇനി കുറച്ച് വാറ് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാഠം അവസാനിച്ചുട്ടാ. ഓക്കെ, അപ്പൊ ആദ്യത്തെ വാർ നമ്മൾ ഇതിൽ പറയുന്നത് ഇന്തോ ചൈന വാർ 1962. ക്ലിയർ ആണല്ലോ? 1962 അത് 1962 മുന്നേ ഇന്ത്യയും ചൈനയും എന്താണ് നല്ല ബന്ധം പുലർത്തിയിരുന്ന രാജ്യങ്ങളായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയാണ് ചൈനയെ UNO മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അംഗത്വം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ പഞ്ചശീല തത്വങ്ങൾ എന്താണ് ഇവർ തമ്മിലുള്ള നല്ല ബന്ധത്തിന് കാരണമായി എന്നുള്ളതും. പക്ഷേ ലേറ്റർ പിന്നീട് എന്തുണ്ടായി? ബന്ധം വഷളാവാൻ തുടങ്ങി. അത് 2 കാരണത്താലാണ്. ഒന്നാമതായി പറയുന്ന കാര്യമാണ് ടിബറ്റൻ ഇഷ്യൂ എന്നുള്ളത്. അതുപോലെ രണ്ടാമതായി പറയുന്നതാണ് അതിർത്തി പ്രശ്നം എന്നുള്ളത്, ബൗണ്ടറി ഇഷ്യൂ ആണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ടിബറ്റൻ പ്രശ്നം എന്ന് നോക്കാം. ടിബറ്റൻ ഇഷ്യൂ എന്ന് പറയുന്നത്, ആദ്യം ടിബറ്റ് എവിടെയാണ്? ഈ രാജ്യം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്കും ചൈനയ്ക്കും മിഡിൽ ആയിട്ടാണ് ടിബറ്റ് വരുന്നത്, നമുക്കറിയാലോ അല്ലെ. അപ്പൊ അവിടുത്തെ ലീഡർ ആയിരുന്നു ആര്? സ്പിരിച്വൽ ലീഡർ ആയിരുന്നു ദലൈ ലാമ അവിടുത്തെ ലീഡർ ആയിരുന്നു. അങ്ങനെ 1950 ചൈന എവിടെ കൈയടക്കാണ്? ടിബറ്റ് കൈയടക്കാണ്. അതായത് ഇന്ത്യ അതിന് അപ്പുറത്താണ് കിടക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും മിഡിലായിട്ടാണ് ടിബറ്റ് വരുന്നത്. ഈ ടിബറ്റ് ചൈന കൈയടക്കുകയും അവരെ അവിടെ എന്താണ് അടിച്ചമർത്തുകയും ചെയ്യാണ്. അങ്ങനെ 1959 ദലൈ ലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും എങ്ങോട്ട് രക്ഷപ്പെട്ടു വരികയാണ്? ഇന്ത്യയിലോട്ട് അഭയം തേടി വരികയാണ്. ഇന്ത്യ അവർക്ക് എന്താണ് അഭയം നൽകുകയും ചെയ്തു. ഇത് ആർക്ക് ദേഷ്യം ഉണ്ടാവും? സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ദേഷ്യം ഉണ്ടാവും. ആരുടെ അടുത്ത്? ഇന്ത്യയുടെ അടുത്ത് അല്ലെ. അപ്പൊ ഇതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നമാണ് ബൗണ്ടറി ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ 2 പ്രദേശങ്ങളുടെ മേലെ എന്താണ് ചൈന അവകാശവാദം ഉന്നയിച്ചു വരികയാണ്.
അപ്പൊ ഏതാണ് ആ 2 പ്രദേശം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രദേശം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള അക്സായി ചിൻ എന്ന് പറയുന്ന പ്രദേശം. രണ്ടാമത്തത് അരുണാചൽ പ്രദേശിലെ നെഫ എന്ന് പറയുന്നത്, അതായത് നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി ആണ് കേട്ടോ. നോർത്ത് ഈസ്റ്റേൺ ഫ്രോണ്ടിയർ ഏജൻസി എന്ന് പറയുന്ന നെഫയും 2 പ്രദേശമാണ്. ഒന്ന് ജമ്മു കാശ്മീരിലെ ലഡാക്ക് മേഖലയിലുള്ള അക്സായി ചിൻ പ്രദേശവും രണ്ടാമത് അരുണാചൽ പ്രദേശിലെ നെഫ എന്ന് പറയുന്ന പ്രദേശമാണ് ചൈന എന്ത് ചെയ്യുന്നത് അവകാശവാദം ഉന്നയിച്ചു വരുന്നത്. അങ്ങനെ എന്താണ് ചൈന യുദ്ധം ആരംഭിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ പ്രദേശങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ട്. ഈ ചൈനയുടെ യുദ്ധം എന്ന് പറയുന്നത് 2 ഭാഗങ്ങളായിട്ടാണ് ഉണ്ടായിരുന്നത്. അതായത് ആദ്യത്തെ അക്രമം ഒരാഴ്ച നീണ്ടു നിൽക്കുന്നതായിരുന്നു, അതായത് ലാസ്റ്റഡ് ഫോർ 1 വീക്ക്. അങ്ങനെ എന്താണ് ചൈന അരുണാചൽ പ്രദേശിലെ പ്രധാന ഭാഗങ്ങൾ എന്താണ് പിടിച്ചടക്കുകയാണ് ഉണ്ടായത്. അരുണാചൽ പ്രദേശിലെ പ്രധാന ഭാഗങ്ങൾ ചൈന കൈവശം വെച്ചു. അങ്ങനെ നവംബറിൽ എന്താണ് 2ാം ആക്രമണം നടത്തുകയാണ് ചൈന. അപ്പോൾ പടിഞ്ഞാറൻ പ്രദേശമായ ലഡാക്കിനെ എന്താണ് ഇന്ത്യ ശക്തമായിട്ട് പ്രതിരോധിച്ചു. അപ്പൊ ആദ്യത്തെ പ്രദേശം എന്താണ് ചൈന, അരുണാചൽ പ്രദേശത്തിന്റെ ഭാഗം എന്താണ് ചൈനയുടെ കയ്യിലായി. 2ാമത്തെ യുദ്ധത്തിൽ എന്താണ് ഇന്ത്യ ഇതിനെ ശക്തമായിട്ട് പ്രതിരോധിക്കുകയാണ് ഉണ്ടായത്, അതായത് ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാം. അങ്ങനെ എന്താണ് എന്നാൽ കിഴക്കൻ ഭാഗങ്ങളിൽ എന്താണ് ചൈനീസ് സൈന്യത്തെ തടയുന്നതിൽ ഇന്ത്യ പരാജയപ്പെട്ടു. കിഴക്കൻ ഭാഗമാണ് ഏത്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗമാണ് ഇത് അരുണാചൽ പ്രദേശ് അല്ലെ. അതിൽ ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണല്ലോ. അങ്ങനെ എന്താണ് 1962 നവംബർ 21 ചൈന ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അങ്ങനെ എന്താണ് ഇന്ത്യയിൽ നിന്ന് സൈനിക ശക്തി പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ എന്താണ് എന്നാൽ ലഡാക്കിന്റെയും നേപ്പാളിന്റെയും പ്രധാന ഭാഗങ്ങളിൽ ചൈന തങ്ങളുടെ നിയന്ത്രണം എന്താണ് നിലനിർത്തിയുണ്ടായി. ഇതാണ് എന്ത് 1962 ഇന്തോ ചൈന വാർ എന്ന് അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, ആഫ്റ്റർ എഫക്ട്സ് ഓഫ് വാർ കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ് ഇന്ത്യയുടെ പുറത്തും അകത്തും എന്താണ് പല പ്രശ്നങ്ങളും ഉണ്ടായി ഈ വാർ കൊണ്ട് എന്താണ് ഉണ്ടായി എന്നുള്ളത്. പിന്നെ ഒരു കാര്യം പറയുന്നത് എന്താണ് സ്പിരിറ്റ് ഓഫ് നേഷണലിസം, ദേശീയത എന്താണ് വർദ്ധിച്ചു വന്നു, ഇന്ത്യ എന്നുള്ള ഒരു വികാരം വർദ്ധിച്ചു വന്നു എന്നുള്ളത്. അതുപോലെ തന്നെ എന്താണ് കുറെ കമാൻഡേഴ്സ് എന്താണ് റിട്ടയർഡ് ആയി, അതുപോലെ തന്നെ റിസൈൻ ചെയ്തു എന്നുള്ളത്. അതിൽ VK കൃഷ്ണ മേനോനൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതുപോലെ നെഹ്റുവിന്റെ ഇമേജിനെ ബാധിച്ചു. അതായത് ഇന്ത്യൻ സൈന്യത്തിന് എന്താണ് അരുണാചൽ പ്രദേശ് ഒന്നും ചൈനയ്ക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. അതായത് ആ കൈവശം വെച്ചത് എന്താണ് തടയാനൊന്നും പറ്റിയില്ല. അപ്പൊ എന്താണ് നെഹ്റുവിന്റെ ഇമേജിനെ ബാധിച്ച ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസിന് കുറെ സ്ഥലത്ത് എന്താണ് ബൈ ഇലക്ഷനിലൊക്കെ സീറ്റ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്നതാണ് ഇന്ത്യയിൽ. പിന്നീടുള്ള 1962 ശേഷമുള്ള ഇന്ത്യ ചൈന റിലേഷൻ എന്ന് പറയുന്നത് മൊത്തം ചേഞ്ച് ആയിരുന്നു. അതായത് 2 പതിറ്റാണ്ട് കാലം എന്താണ് ഇന്ത്യയും ചൈനയും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ജനതാ ഗവൺമെന്റിന്റെ സമയത്താണ് എന്ത് അടൽ ബിഹാരി വാജ്പേയി എന്താണ് എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിരുന്ന അടൽ ബിഹാരി വാജ്പേയി എന്ത് ചെയ്യുന്നത് ചൈന സന്ദർശിക്കാൻ പിന്നീട് പോകുന്നത് 1979 കേട്ടോ. 62 കഴിഞ്ഞ് 79. അങ്ങനെ അതുപോലെ തന്നെ 1988 രാജീവ് ഗാന്ധി പിന്നീട് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ അവിടെ നിന്നുള്ള പ്രൈം മിനിസ്റ്ററും ഇങ്ങോട്ട് വരുന്നുണ്ട്. ലീ പിങ് എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്ററൊക്കെ തിരിച്ചിങ്ങോട്ട് ഇന്ത്യ സന്ദർശിക്കാനും വരുന്നുണ്ട്. അങ്ങനെ എന്താണ് ഇവർ ട്രേഡ് റിലേഷൻ, അതായത് വ്യാപാര ബന്ധം സ്ഥാപിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇന്തോ ചൈന വാർ ഇവിടെ കഴിഞ്ഞു. ഇനി അടുത്തതാണ് പ്രധാനപ്പെട്ടതാണ് ഇന്തോ പാക് വാർ. ഇവിടെ നമ്മൾ 4 വാർ പഠിക്കുന്നുണ്ട്, അതായത് 4 സമയങ്ങളിലായി നടന്ന വാറാണ്. ആദ്യത്തെ വാർ എന്ന് പറയുന്നത് 1947 പിന്നീട് എന്താണ് 65, 71, 99. അപ്പൊ നോക്കാം നമുക്ക്. തുടക്കം മുതൽ തന്നെ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല, നമുക്കറിയാലോ അല്ലെ. നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് തന്നെ ഇന്റഗ്രേഷൻ നമുക്കറിയാലോ. അപ്പൊ അവിടെ നിന്ന് മുതൽ തന്നെ എന്താണ് ഇന്ത്യയും പാകിസ്ഥാനും നല്ല ബന്ധമായിരുന്നില്ല. കാശ്മീർ പ്രശ്നമാണ് എന്ത് യുദ്ധത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം അല്ലെ, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ യുദ്ധം നോക്കാം 1947. അപ്പൊ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യ ആക്രമണം. അങ്ങനെ എന്താണ് UNOയുടെ ഇടപെടൽ കാരണം അതൊരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിച്ചില്ല, അതായത് ഫുൾ വാറായിട്ട് മാറിയില്ല. UN അപ്പോഴേക്കും ഇടപെട്ടു എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്ത യുദ്ധം നോക്കാം. 1965 നടന്ന യുദ്ധമാണ് കേട്ടോ. ഇതെന്തായിരുന്നു 2 രാജ്യങ്ങളും തമ്മിൽ എന്താണ് സായുധ യുദ്ധം, ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള യുദ്ധം എന്താണ് ആർമഡ് വാർ നടന്നു എന്നുള്ളതാണ്. ആ വർഷം എന്താണ് പാകിസ്ഥാൻ 2 തവണയാണ് ഇന്ത്യനെ ആക്രമിച്ചത്. ഒന്ന് എവിടെയായിരുന്നു ഫസ്റ്റ് വാർ എന്ന് പറയുന്നത് റാൻ ഓഫ് കച്ച്, ഗുജറാത്തിലെ ഒരു പ്ലേസ് ആണ്, അവിടെ വെച്ചായിരുന്നു. അടുത്ത വാർ എവിടെയായിരുന്നു ജമ്മു കാശ്മീരിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ UN ഇടപെട്ടിട്ട് എന്താണ് അതും അവസാനിച്ചു അവിടെ.
UN ഇന്റർഫറൻസ് കാരണം എന്താണ് യുദ്ധം അവസാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ 1966 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ ജനറൽ ആയിരുന്ന അയൂബ് ഖാനും എന്താണ് ഒരു ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. ഏതായിരുന്നു ട്രീറ്റിയുടെ പേര്? താഷ്കെന്റ് ട്രീറ്റി. നമ്മൾ പഠിച്ചതാണ് കേട്ടോ ഇത് മുന്നേ. അപ്പോൾ താഷ്കെന്റ് ട്രീറ്റി സൈൻ ചെയ്തു 1966. ഈ ട്രീറ്റിക്ക് ശേഷമാണ് ആര് മരിക്കുന്നത്? നമ്മുടെ ശാസ്ത്രി മരിക്കുന്നത്. ഈ ട്രീറ്റി സൈൻ ചെയ്ത് കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ശാസ്ത്രി മരിക്കുന്നത്. നമ്മൾ പറഞ്ഞ് കഴിഞ്ഞ കാര്യമാണ് അതൊക്കെ. അങ്ങനെ എന്താണ് ഈ ഒരു ട്രീറ്റി പ്രകാരം ഇന്തോ പാക് വാർ അവിടെ അവസാനിച്ചു. 1965 2 യുദ്ധമുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത വാറാണ് 1971 വാറാണ് കേട്ടോ. ഇതിനെ ഒരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ബംഗ്ലാദേശ് വാർ എന്നുള്ള, ബംഗ്ലാദേശ് യുദ്ധം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് ബംഗ്ലാദേശ് യുദ്ധം എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 1971 വാറാണ് എഴുതേണ്ടത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. അങ്ങനെ എന്താണ് 1970 തുടക്കത്തിൽ തന്നെ പാകിസ്ഥാൻ എന്താണ് ആഭ്യന്തര പ്രതിസന്ധി, ഇന്റേണൽ ക്രൈസിസ് ഫേസ് ചെയ്യാണ്. ഇന്റേണൽ ക്രൈസിസ് എന്തായിരുന്നു? പാകിസ്ഥാൻ അകത്ത് തന്നെ പ്രശ്നങ്ങൾ നേരിട്ട് തുടങ്ങി 1970 തുടക്കത്തില്. ഒന്ന് എന്തിനെ പറ്റിയിട്ടായിരുന്നു? എന്തിനെ ചൊല്ലിയിട്ടായിരുന്നു? ഈസ്റ്റ് പാകിസ്ഥാനും വെസ്റ്റ് പാകിസ്ഥാനും എന്നുള്ള പേരിലായിരുന്നു. അതായത് എന്താണ് പീപ്പിൾ ഓഫ് ഈസ്റ്റ് പാകിസ്ഥാൻ, ഈസ്റ്റ് പാകിസ്ഥാനിലുള്ള ജനങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യാണ്? അവരെ ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ട് വെസ്റ്റ് പാകിസ്ഥാൻകാർ കാണുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിന്റെ പേരിലായിരുന്നു. ആർക്കാണ് പ്രശ്നം? ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾക്കാണ് പ്രശ്നം. അവരെ വെസ്റ്റ് പാകിസ്ഥാൻ, പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ളവര് ഒരു 2ാം കിട സിറ്റിസൺ ആയിട്ട്, പൗരന്മാരായിട്ട് കാണുന്നുണ്ട് എന്നുള്ള ഒരു സംശയം ആർക്ക് ഉയർന്നു വരികയാണ്? ഈസ്റ്റ് പാകിസ്ഥാൻ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർക്ക് ഉയർന്നു വരികയാണ്. അങ്ങനെ എന്താണ് 1970 അവര് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പോവാണ്. ആര്? നമ്മുടെ പാകിസ്ഥാൻ. ഓക്കെ അല്ലേ? അങ്ങനെ എന്താണ് അവാമി ലീഗ് ലെഡ് ബൈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരുന്നു എവിടെ കോണ്ടസ്റ്റ് ചെയ്തിരുന്നത്? ഈസ്റ്റ് പാകിസ്ഥാനിലെ അവാമി ലീഗ് ലെഡ് ബൈ, അവാമി ലീഗ് ഒരു പാർട്ടിയാണ്, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആയിരുന്നു ഈസ്റ്റ് പാകിസ്ഥാനില്. വെസ്റ്റ് പാകിസ്ഥാനിൽ ആരായിരുന്നു? പാകിസ്ഥാൻസ് പീപ്പിൾ പാർട്ടി ഓഫ് സുൽഫിക്കർ അലി ഭൂട്ടോ ആയിരുന്നു എവിടെ നിന്നേ? നമ്മുടെ വെസ്റ്റ് പാകിസ്ഥാനില്. അങ്ങനെ എന്താണ് അവാമി ലീഗ് ലെഡ് ബൈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ എന്താണ് ജയിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ആരതിന് സമ്മതിച്ചില്ല? ഗവൺമെന്റ് ഫോം ചെയ്യാൻ ആര് സമ്മതിച്ചില്ല? നമ്മുടെ വെസ്റ്റ് പാകിസ്ഥാനിലെ ലീഡർ ആയിരുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാനും കൂട്ടരും സമ്മതിച്ചില്ല. അങ്ങനെ എന്താണ് ഈസ്റ്റ് പാകിസ്ഥാനിലുള്ളവര് ആർക്കെതിരെ തിരിയാണ്? വെസ്റ്റ് പാകിസ്ഥാനിലെതിരെ തിരികെ അവർ പറയാണ് എന്ത്? അവർക്ക് ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണം, പാകിസ്ഥാനിൽ ഇനി തുടരാൻ അവർക്ക് കഴിയില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണം? സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യാണ് ഉണ്ടായത്. ഇതാണ് അവർ ഡിമാൻഡ് ചെയ്തിട്ട് ഏത് പേരിൽ വേണമെന്ന് പറയുന്നത്? ബംഗ്ലാദേശ് എന്ന പേരിൽ അവർക്ക് ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് രൂക്ഷമായി വരെ അവിടെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ എന്താണ് അഭയാർത്ഥികൾ എങ്ങോട്ട് വരാണ്? ഇന്ത്യയിലോട്ട് അഭയം പ്രാപിക്കാനായിട്ട് വരികയാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഇന്ത്യ ഇവർക്ക് എന്താണ് എല്ലാ പ്രൊട്ടക്ഷനും നൽകുകയാണ്. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് എന്താണ് ഇവരെ എന്താണ് ഇവർക്ക് വേണ്ട സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ പ്രൊഡക്ഷനൊക്കെ കൂട്ടണം, ഇവർക്ക് ഭക്ഷണം കഴിക്കണം, താമസ സൗകര്യമൊക്കെ വേണം അല്ലേ. അപ്പൊ ഇന്ത്യക്ക് അത് ബുദ്ധിമുട്ടായി തുടങ്ങുകയാണ്. അങ്ങനെ അവരെ കോൾ ബാക്ക് ചെയ്യാൻ ആര് പറയാണ്? ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഈ പാകിസ്ഥാൻ എന്താണ് അവരെ കോൾ ബാക്ക് ചെയ്യുന്നില്ല. അതിന് പകരം അവരെന്ത് ചെയ്യാണ്? ഡിസംബറിൽ പാകിസ്ഥാൻ എന്താണ് ഇന്ത്യക്കെതിരെ ആക്രമണം പ്രഖ്യാപിക്കുകയാണ്. ഏത് ഇയറാണ്? 1971 ഡിസംബറിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ആക്രമണം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ഇതെന്താണ് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ത്യൻ സൈന്യം എന്താണ് ലോക്കൽ പീപ്പിൾസിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്? പാകിസ്ഥാൻ ആർമിയെ സറണ്ടർ ചെയ്യാണ്. അതായത് എന്താണ് പാകിസ്ഥാനിലെ സൈന്യത്തെ കീഴടക്കുകയാണ് ഉണ്ടായത് ഇന്ത്യൻ സൈന്യം. അങ്ങനെ 90,000 വരുന്ന പാകിസ്ഥാൻ സൈന്യം കീഴടക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. ഇതാണ് എന്ത് നമ്മുടെ 1971 വാർ എന്ന് പറയുന്നത്. ഇതിനുശേഷം എന്തുണ്ടായി? ബംഗ്ലാദേശ് മോചിതമായി. പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് വന്നു 1971 കേട്ടോ. അങ്ങനെ 1972 എന്താണ് മുജിബുർ റഹ്മാൻ അവിടുന്ന് ജയിലിൽ നിന്ന് മോചിതനാവുകയും ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരികയും ചെയ്തു. ഇതാണ് എന്ത് നമ്മുടെ 1971 ബംഗ്ലാദേശ് വാർ എന്നറിയപ്പെടുന്നത്. അതിനുശേഷം എന്താണ് 1972 ജൂലൈ 3 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയും തമ്മിൽ എവിടെ വെച്ച്? ഈ സിംലയിൽ വെച്ചിട്ട് എന്താണ് ഒരു എഗ്രിമെന്റ്, ഉടമ്പടി എന്താണ് ഒപ്പുവെക്കുന്നുണ്ട്. അതാണ് ഏത്? സിംല ട്രീറ്റി എന്നറിയപ്പെടുന്നത് കേട്ടോ. സിംല ഉടമ്പടി എന്നറിയപ്പെടുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അവർ തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാവില്ല, ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അവരെന്താണ് മ്യൂച്വൽ ഡിസ്കഷൻ വഴി എന്താണ്
അവർ തീർക്കുമെന്നും ഉള്ള ഒരു ഉടമ്പടിയായിരുന്നു എന്ത് സിംല ട്രീറ്റി. പലതരത്തിലുള്ള ട്രീറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടെങ്കിലും പക്ഷേ ഇതൊന്നും പാലിക്കപ്പെടാറില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണല്ലോ 1999 പിന്നെയും യുദ്ധം ഉണ്ടായത് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത വാർ പറയാട്ടോ. അതായത് 1999 കാർഗിൽ വാറാണ് ഇനി ലാസ്റ്റത്തെ നമ്മൾ പറയുന്നത്. അപ്പോൾ 1999 തുടക്കത്തില് ഇന്ത്യയുടെ നിയന്ത്രണ മേഖലയിൽ ഉണ്ടായിരുന്ന കാർഗിൽ ദ്രാസ് മേഖല മുജാഹിദിനുകൾ എന്ന് പറയുന്ന ഒരു നുഴഞ്ഞു കയറ്റക്കാർ കൈയടക്കുകയുണ്ടായി. ഇന്ത്യയുടെ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശത്താണ് കേട്ടോ. അങ്ങനെ ഇന്ത്യ ഈ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെ തിരിച്ചടിക്കാൻ പ്രത്യാക്രമണം ആരംഭിക്കാൻ അല്ലെങ്കിൽ തുടങ്ങാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത്. ഒട്ടും താമസിയാതെ ഇന്ത്യൻ സൈന്യം പ്രത്യാക്രമണം തുടങ്ങി എന്നുള്ളതാണ്. പിന്നീട് ഒരു ഇതിനും വെയിറ്റ് ചെയ്യാതെ ഇന്ത്യ നുഴഞ്ഞു കയറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള ഒരു യുദ്ധം തന്നെ ആരംഭിക്കുക എന്നുള്ള തീരുമാനത്തിലെത്തി. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കാർഗിൽ യുദ്ധം എന്നറിയപ്പെടുന്ന മറ്റൊരു യുദ്ധത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. ഇതാണ് കാർഗിൽ എന്ന് പറഞ്ഞ പ്രദേശത്ത് നടന്ന യുദ്ധമാണിത്. അങ്ങനെ കാർഗിൽ യുദ്ധം ഇങ്ങനെയാണ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത് എത്ര കാലം നീണ്ടു നിന്നു എന്നുള്ളത് നോക്കുക. 1999 മെയ് മാസത്തിൽ ആരംഭിച്ച കാർഗിൽ യുദ്ധം 2 മാസം നീണ്ടു നിന്നു. അങ്ങനെ നഷ്ടപ്പെട്ട ഭൂരിഭാഗം പ്രദേശങ്ങളും ഇന്ത്യ വീണ്ടെടുത്തു ഈ ഒരു യുദ്ധത്തോട് കൂടിയിട്ട്. 1999 കാർഗിൽ വാറാണ് ഏറ്റവും വലിയ അവസാനത്തെ വാറ് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള. ഇതാണ് നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ആ സിനിമയിൽ ലാസ്റ്റ് അതാണ് കാണിക്കുന്നത്. ഒരു ഹിന്ദി ഫിലിമാണ് ഷേർഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിം. അതിന്റെ മലയാളം വേർഷനും ഉണ്ട് എന്നതാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിലും ഡബ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഷേർഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി ഫിലിമാണത്. അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് ഷേർഷാ ലാസ്റ്റ് മരിക്കുന്നതും പരംവീർ ചക്ര കിട്ടുന്നതെല്ലാം മരിച്ചതിന് ശേഷമാണ് കിട്ടുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ ആ സിനിമയിൽ കറക്റ്റായിട്ട് ഈ യുദ്ധം കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ലാസ്റ്റ് യുദ്ധം. ഒരു വലിയ യുദ്ധം ഇന്ത്യ പാകിസ്ഥാനും തമ്മിലാണെന്ന് അറിയപ്പെടുന്ന ഒരു യുദ്ധമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള യുദ്ധത്തിന്റെ കാര്യം. ഇനി അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിലെ ഇന്ത്യയുടെ ആണവ നയം അല്ലെങ്കിൽ ഇന്ത്യാസ് ന്യൂക്ലിയർ പോളിസി എന്ന് പറയുന്നത്. ഇതും ഷേപ്പ് ചെയ്തത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. അപ്പൊ രാജ്യത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനത്തിന് ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. രാജ്യം വളരണമെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് രാജ്യത്തിന് വളരാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു ആര്? നെഹ്റു എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെഹ്റു ന്യൂക്ലിയർ വെപ്പൺസ്, അതായത് ആണവായുധങ്ങൾക്ക് എതിരായിരുന്നു എന്നുള്ളതാണ്. ആണവായുധങ്ങൾക്ക് നെഹ്റു എതിരായിരുന്നു. അങ്ങനെ നെഹ്റുവിന്റെ റിക്വസ്റ്റ് എന്തായിരുന്നു? സമഗ്രമായ ആണവ നിരായുധീകരണം, അതായത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കരുത് എന്ന് അങ്ങനെ നിരായുധീകരണം നടത്താൻ അദ്ദേഹം വൻ ശക്തികൾ, അതായത് USA പോലുള്ള കൺട്രീസിനോട് ആവശ്യപ്പെടുകയാണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കരുത്, ഏറ്റവും വലിയ നാശമായിരിക്കും. ഏത് കൺട്രീസ് ആണോ അത് ചെയ്യുന്നത് ആ കൺട്രിക്ക് വരെ അതിന് നാശമാണ്. നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം, ഹിരോഷിമയും നാഗസാക്കിയിലും സംഭവിച്ചു. ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പിന്നീടും കോൺസിക്വൻസസ് ഇതിന്റെ ഭയങ്കരമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ജപ്പാനിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് അന്ന് നടന്ന ആ ഒരു ഇതിന്റെ ഫലമായിട്ട് ഇപ്പോഴും അംഗവൈകല്യങ്ങൾ കൂടുതലുണ്ട് എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ന്യൂക്ലിയർ വെപ്പൺസ് നിരായുധീകരിക്കണം എന്നാണ് ആര് പറയുന്നത്? ന്യൂക്ലിയർ ഡിസാർമെന്റ് നെഹ്റു പറയുന്നത് കേട്ടോ. അപ്പോൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവായുധങ്ങൾ ഉപയോഗിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെടുന്നുണ്ട്. പീസ്ഫുൾ പർപ്പസിന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യ നടത്തുന്ന ആദ്യത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ആണ് 1974 രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. പൊക്രാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു ഇത് നടത്തിയത് കേട്ടോ. ഇതിന്റെ പേരാണ്, ഫസ്റ്റത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ആണ്. സാക്രഡ് നെയിം ആയിരുന്നു ബുദ്ധ സ്മൈല് എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ന്യൂക്ലിയർ എക്സ്പെരിമെന്റും രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു. 1998 അതിന്റെ സാക്രഡ് നെയിം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്ട്രെങ്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ പിന്നീട് ഇന്ത്യ ലിമിറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ട്രീറ്റീസ് അല്ലെങ്കിൽ ഉടമ്പടികൾ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉടമ്പടിയായിരുന്നു NPTയും CTBTയും. എന്തായാലും ഇതിന്റെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ NPT എന്താന്ന് വെച്ചാൽ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. CTBT എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നുള്ളതാണ്. കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. അപ്പൊ ഇതും ഒന്ന് നോക്കി വെക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? രാജ്യങ്ങൾ തമ്മിലുള്ള ഉടമ്പടിയാണ്, അഗ്രിമെന്റ് ആണ്. ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കില്ല അല്ലെങ്കിൽ ലെസ് യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ്, അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അതുപോലെ ഇന്ത്യ ഉടമ്പടികളിൽ ഒപ്പിടാൻ വിസമ്മതിക്കുന്നുണ്ട്. ആണവ നിർവ്യാപനത്തിനായുള്ള എല്ലാ അന്താരാഷ്ട്ര ഉടമ്പടികളും അങ്ങേയറ്റം ഇടുങ്ങിയ, വിവേചനപരവും അസമത്വവുമാണെന്ന് ഇന്ത്യ ഉറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യ അതിലൊന്നും സൈൻ ചെയ്യാൻ തയ്യാറായില്ല. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രയും പ്രയാസമുള്ള ഒരു പാഠമൊന്നുമല്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു പാഠം നമ്മളിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ നമ്മൾ 5ാമത്തെ പാഠം, അതായത് ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം. അപ്പോൾ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പറയുന്ന ഒരു പാഠഭാഗമാണ്. വളരെ എളുപ്പമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ ഒരു പാഠം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ, സപ്പോർട്ട് തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ.